ഹായ്, രണ്ട് തരത്തിലാണ് കുട്ടികൾ സി യു ടിക്ക് വേണ്ടി പഠിക്കാറുള്ളത്. ഒന്ന് സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് പഠിക്കുന്നതും, അത് അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഇല്ലാതെ പഠിക്കുന്ന ആൾക്കാരും. അപ്പോൾ നിങ്ങൾ ഏത് ടൈപ്പിൽ പെട്ട ആൾക്കാരാണെങ്കിലും, അല്ലെങ്കിൽ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സാറേ സി യു ടിക്ക് ഒരു സ്റ്റഡി പ്ലാൻ കിട്ടുമോ, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഞാൻ മാറ്റണോ എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി എക്സാമിന് കഷ്ടിച്ച് 20 ദിവസം സമയങ്ങളെ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഊഹിച്ചെടുക്കാം. മെയ് 8-ാം തീയതി നമ്മുടെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന സി യു ടി യു ജി 2025 നിങ്ങൾ എഴുതുമ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ഫോളോ അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓൾറെഡി ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്, അവർ നന്നായിട്ട് ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്, എന്നാൽ അതിൽ കാര്യമായ റിസൾട്ട് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വേറെ ഒന്നുമല്ല, നിങ്ങൾ സ്റ്റഡി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 5 കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ കേട്ടോ. ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തോ, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ കറക്റ്റ് പാത്തിലാണ് പോകുന്നത്. എന്നാൽ അതിൽ ഫസ്റ്റ് ഓരോ 5 കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കണ്ടന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ നോക്കുക. നിങ്ങൾ സ്റ്റഡി പ്ലാൻ എടുക്കുമ്പോൾ കണ്ടന്റ് ഒന്നും പഠിക്കുന്നില്ല, വെറുതെ ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുകയാണെങ്കിൽ അതോടെ നിർത്തിയേക്കുക. എന്ത് ചെയ്യുക, നമ്മൾ കണ്ടന്റ് പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമുക്കറിയാം, നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഉണ്ടാവുക. ഒട്ടുമിക്ക നമുക്ക് സി യു ടിയിൽ ഒരു ഏകദേശം 37ഓളം സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ആ 37ഓളമായിട്ട് വരുന്നതിൽ നിങ്ങൾ പഠിച്ച പ്ലസ് ടുവിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പഠിച്ചത്, അതിൽ ഏതിലാണോ നിങ്ങൾ എഴുതുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ആ കണ്ടന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ പറഞ്ഞ കണ്ടന്റ് ചെയ്ത് പഠിച്ചു പോയിട്ട് ഒരു കാര്യമല്ല. എന്ത് ചെയ്യണം, നിങ്ങൾ MCQ പ്രാക്ടീസ് ചെയ്യണം. ഈ MCQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. എന്നേക്കാൾ നന്നായിട്ട് MCQ എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പോവുക. നമ്മളിപ്പോൾ പഠിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും അല്ലേ, പക്ഷേ അതിൽ നിന്ന് ചോദിക്കുന്നത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ഏരിയ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പഠിച്ച കണ്ടന്റ് ഉണ്ടല്ലോ, ആ കണ്ടന്റിൽ നിന്നും വരാവുന്ന MCQ എന്തായിരിക്കും, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഇട്ട് നോക്കുക. നിങ്ങൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആളായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് MCQ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, അറ്റൻഡ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, എല്ലാ ദിവസവും, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാ ദിവസവും. ഇനിയിപ്പോൾ എത്ര ദിവസം ആകുള്ളൂ, നമ്മൾ പറഞ്ഞല്ലേ, എത്ര ദിവസം ഇനി ബാക്കി ഉണ്ടാവുക നമ്മുടെ എക്സാമിന്. നമ്മൾ ജസ്റ്റ് അങ്ങനെ കൂട്ടാട്ടോ, എല്ലാവർക്കും 20 ദിവസമല്ല, ചിലർക്ക് 20 ദിവസത്തിന് കൂടുതലുണ്ടാവും. അങ്ങനെയുള്ള ഒരു പാറ്റേൺ കൂടി ഉണ്ടാവും. 20 ദിവസത്തിന് കൂടുതൽ, ഒരു ഏകദേശം പറയുകയാണെങ്കിൽ 30-40 ദിവസത്തോളം കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 20 ദിവസം മിനിമം നമ്മൾ കൂട്ടുകയാണ്. 20 ദിവസം മിനിമം നിങ്ങൾക്ക് എക്സാമിന് സമയമുണ്ടെന്ന് വിചാരിച്ചാൽ പോലും എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മോക്ക് ടെസ്റ്റ് എങ്കിലും ഒന്നെങ്കിലും കേട്ടോ, മിനിമം ഒന്നെങ്കിലും എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന കാര്യം, നമ്മൾ കണ്ടന്റ് പഠിക്കും, MCQ നമ്മൾ ഉണ്ടാക്കി വെക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ എന്ത് ചെയ്യുന്നു, ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള വീഡിയോ കാണുന്നു. ഓക്കെ, നിങ്ങളതൊക്കെ കണ്ടു പഠിച്ചു. പക്ഷെ അത് ചെയ്ത് പഠിക്കുന്നത് വരെയും എന്താണ്, നിങ്ങൾക്ക് ആ നോളജ് പ്രോപ്പറായിട്ട് കിട്ടിയോന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ഒരാൾക്ക് മന്തി ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്താണ് അയാൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. അയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, അയാൾ അത് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതേ അവസ്ഥയിലേക്ക് നിങ്ങൾ പോരുത്. ഈ കണ്ടന്റ് MCQ ഒക്കെ കവർ ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകൾ. ഓക്കെ, ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ബുക്കുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് റെഫറൻസ് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലൊക്കെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഡെയിലി ഒന്നെങ്കിലും എന്ന് പറയാൻ കാരണം, എക്സാമിന് മുമ്പുള്ള 20 ദിവസത്തിലേക്ക് ആ ദിവസം ആകുമ്പോഴേക്കും നിങ്ങൾ 20 ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടും. 20 മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആയി, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 ചോദ്യം അല്ലേ. അങ്ങനെ 20 ദിവസം ആകുമ്പോൾ എത്രയും 20 × 50 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. എത്രയാണ്, 2 × 5 പറഞ്ഞാൽ 10. അപ്പോൾ 1000 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നോക്കിക്കോട്ടോ, റിവൈൻഡ് ദ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, എല്ലാവരും ചെയ്തു പോകുന്ന കാര്യമാണ്. എല്ലാവരും ചെയ്തു പോകും. ഈ 3 കാര്യങ്ങൾ ചെയ്യും. നാലാമത്തെ ഈ കാര്യം വളരെ വലുതായിട്ട് വിട്ടുപോകും. വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പോൾ രാവിലെ എന്താ ചെയ്തേ, ഇത്ര നേരം പഠിച്ചു, കണ്ടന്റ് പഠിച്ചു, അതിൽ MCQs തയ്യാറാക്കി, ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കി. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് രാവിലെ ഞാൻ ആദ്യം ചെയ്ത കണ്ടന്റ് എന്താണ് അതെടുത്ത് നോക്കുക. അതിൽ MCQs ഞാൻ എന്തൊക്കെയാണ് ചെയ്തു വെച്ചത്, അതെന്തൊക്കെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്, അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാവും എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക. മൂന്നാമത്തെ, നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തില്ലേ, അതിൽ എത്ര ചോദ്യങ്ങൾ ചെയ്തു. 50 ചോദ്യത്തിൽ 50 ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. 1 മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ചിലർക്ക് 50 പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ട് പറ്റിയില്ല, അതിൻ്റെ കാരണം കണ്ടെത്തുക. 2, 50 ചെയ്തു, അതിൽ എത്ര എണ്ണം ശരിയായി, എത്ര എണ്ണം തെറ്റിപ്പോയി. തെറ്റിപ്പോയതിലേക്ക് മാത്രം പോകുന്നതിന് പകരം ശരിയായത് നിങ്ങൾ വെറുതെ
ലക്കിന് ശരിയായതാണോ, അല്ലെങ്കിൽ പഠിച്ചിട്ട് കിട്ടിയതാണോ, അല്ലെങ്കിൽ എന്താണ് തെറ്റിപ്പോയത് എന്തുകൊണ്ടാണ്, ഇങ്ങനെയുള്ള കുറച്ച് ഏരിയ ഉണ്ടല്ലോ നിങ്ങൾക്ക് വീക്ക് പോയിന്റും സ്ട്രോങ് ഏരിയ എന്ത് ചെയ്യുക അതിൽ നിന്ന് മനസ്സിലാക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ദിവസം അവസാനം ഉപയോഗിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ റിവൈൻഡ് ദ ഡേ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസം നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൽ വരുന്നുണ്ടോ നോക്കാം. ഈ 4 കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ പക്കയാണ് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്താണ് പ്രോപ്പറായിട്ട്. ഞാൻ പറയുന്നു ഒരു 80% നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സക്സസ്ഫുൾ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ അതാണ് നിങ്ങളുടെ ബാക്കിയുള്ള 20% തീരുമാനിക്കുന്നത്. അതാണ് മക്കളെ വേറെ ഒന്നുമില്ല, റിപ്പീറ്റ് ദ സെയിം. ഓക്കെ, എക്സാം വരെയുള്ള ദിവസം, ഓക്കെ എക്സാം വരെയുള്ള ദിവസം അതുവരെയെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ ഇങ്ങനെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തത്. റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. ഈ പറഞ്ഞ പ്ലാൻ വൃത്തിയായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക റിപ്പീറ്റ് ചെയ്തു പോവുക. അതിന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് നന്നായിട്ട് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മക്കളെ ഉറപ്പിച്ചോ CUTക്ക് റാങ്ക് അടിക്കുന്ന അല്ലെങ്കിൽ റാങ്ക് അടിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച കുട്ടികളായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിങ്ങൾ തന്നെയായിരിക്കും റാങ്ക് അടിക്കുക. അഥവാ റാങ്ക് ഹോൾഡേഴ്സായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. കാരണം എന്താ പറയുക, ഇത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ എന്താണ് എക്സാം പേപ്പർ മാത്രം കിട്ടി പരീക്ഷ എഴുതി ഉഷാറായിട്ട് മാർക്ക് വാങ്ങാൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്യാൻ എല്ലാവർക്കും നന്നായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നന്നായിട്ട് പോവുക. അപ്പോൾ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. Once again, it's me, Sal Sabin, signing out from EduBoard. Happy learning all. Bye.